السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ബാബ് ഹബ്ബുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിനോട് ഉണ്ടായിരിക്കേണ്ട ഹബ്ബുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹബ്ബ് എന്നുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷമുള്ള ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ചർച്ച ചെയ്യുന്നത് ഖൗഫിനെ സംബന്ധിച്ചാണ്. നാം ഹബ്ബിന്റെ ബാബിൽ പരാമർശിക്കുകയുണ്ടായി, ഇബാദത്തിന്റെ അർക്കാനുകളിൽ സ്തംഭങ്ങൾ 3 എണ്ണമാണ്. 1 അൽ ഹബ്ബ്, 2 അൽ ഖൗഫ്, 3 അർ റജാ. ഈ 3 കാര്യങ്ങളാണ് ഇബാദത്തിന്റെ സ്തംഭങ്ങൾ, അർക്കാനുൽ ഇബാദ എന്ന് പറയുന്നത്. ഏതൊരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങൾ ഒരുപോലെ ആയിട്ട് വേണം ഇബാദത്ത് ചെയ്യാൻ. അതിലൊന്നു കൂടിയാൽ, ഒന്ന് കുറഞ്ഞാൽ അവർ പിഴച്ചു പോകും, അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. 3ഉം ഒരുപോലെ ഉണ്ടായിരിക്കണം. അടുത്ത ബാബു ഖൗഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാബു ഖൗലില്ലാഹി തആല ഇന്നമാ ദാലികുമുശ് ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ 175-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു. പിശാചാണ് അവന്റെ കൂട്ടാളികളെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ എന്നെ ഭയപ്പെടുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകൾ മനസ്സിലാക്കിയാലാണ് ഈ ആയത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുക. തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ 184-83 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ, ഉഹദ് യുദ്ധത്തിന് ശേഷം അബൂ സുഫിയാനും കൂട്ടരും സൈന്യവുമായിട്ട് വരുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് വേണ്ടി വലിയൊരു സൈന്യവുമായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിയിക്കുകയും നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുകയും ചെയ്ത സന്ദർഭത്തിൽ അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ആ വാക്ക് കേട്ടപ്പോൾ, അതായത് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടില്ല, അവർ ഹസ്ബുനല്ലാഹ് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു. പിശാചാണ് അവന്റെ കൂട്ടാളികളെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അഥവാ പിശാചിന്റെ കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ. അവരെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് പിശാചാണ്. അവരെ യുദ്ധം ചെയ്യാൻ, അവരോട് ജിഹാദ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരോട് പോരാടാൻ, ആ രീതിയിലെല്ലാം ഭയപ്പെടുത്തുന്നത് പിശാചാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫലാ തഖാഫൂഹും, നിങ്ങൾ ശൈത്താനെയോ ശൈത്താന്റെ കൂട്ടാളികളായിട്ടുള്ള ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്നെ മാത്രം ഭയപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഹബ്ബ് പറഞ്ഞതുപോലെ തന്നെ ഖൗഫ് എന്നുള്ളതും ഇബാദത്താണ്. ഇബാദത്ത് അല്ലാത്ത സന്ദർഭവുമുണ്ട്. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള ഒരു ഭയമുണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹുവിനെയാണ് നാം ഭയപ്പെടേണ്ടത്. അതല്ലാതെ മറ്റൊരു സൃഷ്ടിയെയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരു സൃഷ്ടിയെയും ഭയപ്പെടേണ്ട ആവശ്യം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ ഈമാനിന്റെ ഭാഗമാണ് ഖൗഫ്, ഭയം എന്നുള്ളത് അറിയിക്കുന്ന ഒരു ഭാഗമാണിത്. കാരണം ഈ ആയത്തിന്റെ അവസാനം നോക്കൂ, അല്ലാഹു തആല എന്നെ ഭയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന രീതിയിലാണ്.
അപ്പോ ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിന്റെ സന്ദർഭം യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഒരു തഫ്സീർ എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചില കാരണങ്ങളാൽ വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും പലരുടെയും മുറിവ് പറ്റി പല ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അബൂ സുഫിയാനും കൂട്ടരും വീണ്ടും വലിയൊരു യുദ്ധത്തിന് സൈന്യമായി വരുന്നുണ്ട് എന്ന് കേട്ടത്. ആ സമയത്ത് ഈ സഹാബികൾ ഇനി ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ക്ഷീണിതരാണ്, ഞങ്ങൾ മുറിവേറ്റവരാണ് എന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അതിനൊരുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ സഹാബികൾ അവർ ഈ ശത്രുക്കളെ അവരെ ഭയപ്പെട്ടിട്ടില്ല, അവരോട് പോരാടാൻ ഭയപ്പെട്ടിട്ടില്ല. അവർ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഈ ആയത്ത് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം ഖൗഫ് എന്നുള്ളത് ഇബാദത്താണ്. ഇബാദത്താകുന്ന ഒരു വലിയ മേഖല ഖൗഫിനുണ്ട്, അല്ലാത്ത മേഖലയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ആ ഖൗഫ് എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവൻ എന്തൊരു നന്മ ബാധിക്കണമെങ്കിലും അല്ലെങ്കിൽ ദോഷം ബാധിക്കണമെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ല. അടുത്ത ആയത്ത് വഖൗലിഹി വമിനൻ നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹ് ഫഇദാ ഊദിയ ഫില്ലാഹ് ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ്. സൂറത്തുൽ അൻകബൂത്തിലെ 10ാമത്തെ ആയത്താണ്. ഇത്രയും ഭാഗമാണ് ഇതിന്റെ മത്തിനുള്ളത്. അതിന്റെ തുടർച്ച കൂടി വായിക്കുകയാണ്. വലഇൻ ജാഅ നസ്റും മിർ റബ്ബിക് ലയഖൂലുന്ന ഇന്നാ കുന്നാ മഅകും അവലൈസ അല്ലാഹു ബിഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുനാഫിഖുകളെ പറ്റി, മുനാഫിഖുകളുടെ ചില സ്വഭാവത്തെ പറ്റി ഇവിടെ പറയുകയാണ്. വമിനൻ നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അഥവാ ഉദ്ദേശിക്കുന്നത് മുനാഫിഖുകളെയാണ്. മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ പറയുന്നുണ്ട് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നവർ പറയുന്നുണ്ട്. ഫഇദാ ഊദിയ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം ജനങ്ങളിൽ നേരിടേണ്ടി വന്നാൽ, അഥവാ മുസ്ലിം ആയതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ, ഈമാൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം അവന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ്, ആ ജനങ്ങളുടെ ഉപദ്രവത്തെ ഇത് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയാണ്, വിശ്വസിച്ചതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചതാണ് എന്ന പേരും പറഞ്ഞ് ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാൻ നിൽക്കുന്ന ആളുകളെ, അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ട് എന്ന് പറയുകയാണ് മുനാഫിക്കുകളെ പറ്റി. അതേ ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. വലഇൻ ജാഅ നസ്റും മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായമാണ് വന്നെത്തുന്നതെങ്കിലോ, അഥവാ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായിട്ടുള്ള വിജയവും സഹായവും എല്ലാം നൽകുന്ന അവസ്ഥയിലാണെങ്കിലോ ലയഖൂലുൻ, ആ സമയത്ത് അവർ പറയും ഇന്നാ കുന്നാ മഅകും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ളവരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, നിങ്ങളുടെ ഒപ്പമുള്ളവരാണ്. അവലൈസ അല്ലാഹു അല്ലയോ ബിഅഅലമി ബിമാ ഫീ സുദൂരിൽ ആലമീൻ, ആളുകളുടെ ഉള്ളിലുള്ളത് എന്താണ്, അവരുടെ നെഞ്ചിനകത്ത് എന്താണുള്ളത് എന്ന് കൃത്യമായി ഏറ്റവും നന്നായി അറിയുന്നവനല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് ഭയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മുനാഫിഖീങ്ങൾ അവർ മുസ്ലിമീങ്ങളോടൊപ്പം ബാഹ്യമായി ഈമാൻ കാണിച്ച് ഇസ്ലാം കാണിച്ച് അവർ മുസ്ലിമീങ്ങളാണ് എന്ന് നിലക്ക് നിൽക്കും. അതേസമയം എന്തെങ്കിലും ഒരു ഉപദ്രവം, അത് അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നതിലോ അവർക്ക് ശാരീരികമായിട്ടുള്ളതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഉപദ്രവം മുസ്ലിം ആയതിന്റെ പേരിൽ അനുഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിന് എന്തെങ്കിലും മുറിവേറ്റു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അപകടവും പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ രീതിയിൽ ഈമാനിന്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ മുഅ്മിനാണ് എന്ന് കാണിച്ചതിന്റെ പേരിൽ അവരനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ജനങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം വന്നാൽ അവരതിനെപ്പറ്റി പറയും ഇത് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയാണ്, ഈമാൻ ഉണ്ടായിട്ടും ഇത് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാൻ അവർ അതൊരു കാരണമായിട്ട് മാറ്റും. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർ ഈമാനിൽ തെറ്റുന്ന അവസ്ഥയുണ്ടാകും. അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം ജനങ്ങളുടെ ഈ ഉപദ്രവങ്ങളെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതേസമയം മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നെത്തുന്നത് എങ്കിൽ അവർ ആ സമയത്ത് പറയും ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു,
ഞങ്ങൾ നിങ്ങളൊപ്പമുള്ള ആളുകളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ ഇസ്ലാം പുറത്തു കാണിക്കുകയും ചെയ്യും. അപ്പൊ മുനാഫിഖീങ്ങളുടെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ് അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാളും അവർ ഭയപ്പെടുന്നത് എന്താണ്? സൃഷ്ടികളെ ആയിരിക്കും, ജനങ്ങളുടെ ഉപദ്രവങ്ങളെ ആയിരിക്കും, ജനങ്ങളെ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ ആയിരിക്കും. അവർ അള്ളാഹുവിന്റെ ശിക്ഷയെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കാളും അവർ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് മുഅ്മിനിന്റെ അടയാളവും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ സൃഷ്ടികളെ ഈ ദീനിന്റെ പേരിൽ ജനങ്ങളുടെ ഉപദ്രവങ്ങളെയോ മറ്റോ എല്ലാം ഭയപ്പെടുന്നത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിനാണ് ഈ ആയത്ത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് വഖൗലിഹി, സൂറത്തു തൗബയിലെ 18ാമത്തെ ആയത്താണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദുകൾ, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഭവനങ്ങൾ, അതിനെ പരിപാലിക്കേണ്ടത്, അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത്, അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ആരായിരിക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിൽ പറയുകയാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആദ്യം പറഞ്ഞത് ഖൽബിയായിട്ടുള്ള ചില ഇബാദത്തുകളാണ്, ഈമാനിനെ പറ്റിയിട്ടാണ്. അള്ളാഹുൽ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് പള്ളികളെ പരിപാലിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. പള്ളികളെ പരിപാലിക്കേണ്ടത് അള്ളാഹുവിൽ തൗഹീദുള്ള അതുപോലെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. ആന്തരികമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ പറഞ്ഞതിന് ശേഷം ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളെ പറ്റി പറയുകയാണ്. നിസ്കാരം കൃത്യമായി അതിന്റെ റുക്കുനുകളും ഷർത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ, നിലനിർത്തുന്നവർ, അതുപോലെ കൃത്യമായി തന്റെ സമ്പത്തിനുള്ള സക്കാത്ത് നൽകുന്നവർ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഐച്ഛികമായി സ്വതക്കകൾ നൽകുന്നവർ. ഈ തരത്തിൽ ആദ്യം ഖൽബിന്റെ ഇബാദത്തുകളെ പറ്റി പറഞ്ഞു, രണ്ടാമത്തേത് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറയാണ് വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും അവർ ഭയപ്പെടുകയില്ല. ഖശിയത്ത് എന്ന് പറഞ്ഞ വാക്ക് പദം അറബിയിൽ ഖൗഫ് എന്നതിനേക്കാൾ അർത്ഥത്തിൽ ആഴമുള്ളതാണ്. ഖൗഫ് എന്ന് പറഞ്ഞാലും ഭയം എന്ന് മലയാളത്തിൽ പറയാം, ഖശിയത്ത് എന്ന് പറഞ്ഞാലും ഭയം എന്ന് മലയാളത്തിൽ പറയാം. എന്നാൽ ഖൗഫും ഖശിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ഭയത്തിന് പറയുന്ന വാക്കാണ്. എന്നാൽ ഖശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുക. ഖൗഫിനോടൊപ്പം എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭയമാണ് ഖശിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് പറയാനുള്ള കാരണം. അതുപോലെ റഹ്ബത്ത് എന്ന് പറഞ്ഞാലും ഭയം തന്നെയാണ്. പക്ഷെ റഹ്ബത്ത് വ്യത്യാസം എന്താണ്? റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ഖൗഫിനോടൊപ്പം ഒരു അമലുണ്ടാവുമ്പോഴാണ്. ഒരു അമല് ചെയ്തുകൊണ്ട്, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ട് ഭയപ്പെടുന്നതിനെയാണ് റഹ്ബത്ത് എന്ന് പറയുന്നത്. അത് ഓരോ വാക്കിനും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും. മലയാളത്തിൽ ഇപ്പം എല്ലാത്തിനും നമ്മൾ ഭയം ഭയം എന്നേ പറയുള്ളൂ. അപ്പോ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവർ കൃത്യമായ അറിവോടുകൂടി അള്ളാഹുവിനെ മാത്രമേ അവർ ഭയപ്പെടുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ പറയാം. ഈ ആയത്തിന്റെ ബാക്കിയിൽ കാണാം ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ, അവരാണ് ഹിദായത്തിലായിട്ടുള്ളവർ എന്ന നിലക്ക്. അപ്പോൾ ഇവിടെ ഈ ആയത്ത് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം മസ്ജിദുകളെ പരിപാലിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ ഖൽബിയായ ഇബാദത്തുകളെയും അതുപോലെ തന്നെ ബദനിയായ ശരീരം കൊണ്ടുള്ള ഇബാദത്തുകളെയും പറഞ്ഞ് അതിന്റെ അവസാനത്തിൽ അള്ളാഹു സൂചിപ്പിച്ചൊരു കാര്യം അവർ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ളവരായിരിക്കും അവർ. അള്ളാഹുവിനെ കൊടുക്കേണ്ട അഭയം അത് നൽകുന്നവർ. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കും, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടും. അങ്ങനെ ഓരോ മേഖലയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നിലനിർത്തുന്നവരായിരിക്കും എന്ന് പറയാണ്. അപ്പോ അവരാണ് യഥാർത്ഥത്തിൽ ഈമാനുള്ള ആളുകൾ. അടുത്തത് ഒരു ഹദീസാണ്. وعن أبي سعيد مرفوعا أبو سعيد الخدري رضي الله عنه مرفوعായി കൊണ്ടുദ്ധരിക്കുന്ന റിവായത്താണ്. പക്ഷേ ഈ ഹദീസിന്റെ സനദിൽ
ചില ന്യൂനതകളുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ആശയം സഹിഹായിട്ടുള്ള ആശയമാണ്. ഇന്ന മിൻ ضعഫിൽ യഖീനി അൻ തുർളിയ الناس ബിസഖത്തില്ലാഹ്. ഒരാളുടെ യഖീനിലെ ദുർബലതയിൽപ്പെട്ടതാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ് യഖീൻ എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ് ദൃഢത കൈവരിക്കുക എന്നുള്ളത്. ആ ഈമാനിൽ യഖീൻ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ആ ഈമാനിലുള്ള യഖീനിന്റെ ദുർബലതയിൽപ്പെട്ട ചില അടയാളങ്ങളാണ് ഈ ഒരു ഹദീസിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് അൻതുർളിയ الناس ബിസഖത്തില്ലാഹ്. നീ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കലാണ്, അള്ളാഹുവിനെ വെറുപ്പിച്ചിട്ടും. അള്ളാഹുവിന്റെ കോപമുണ്ടെങ്കിലും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണെങ്കിലും അത് നീ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ തൃപ്തി നേടാൻ ശ്രമിക്കുക. അതാരുമാകാം. അത് ചിലപ്പോൾ മക്കളാകാം, ഭാര്യയാവാം, മാതാപിതാക്കളാകാം, ആരുമാകാം. അങ്ങനെ ഏതു തരത്തിലാവട്ടെ ജനങ്ങളുടെ തൃപ്തി നേടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യമുണ്ട് എങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഈമാനിലെ യഖീനിന്റെ ദുർബലതയുടെ അടയാളമാണ്. രണ്ടാമത്തേത് പറയാണ് വ അൻ തഹ്മദഹും അലാ റിസ്ഖില്ലാഹ്. അള്ളാഹു നിനക്ക് നൽകുന്ന റിസ്ഖിന്റെ മേലെ ജനങ്ങളെ സ്തുതിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സ്തുതിക്കുക എന്നുള്ളത്, ജനങ്ങളോട് നന്ദി കാണിക്കുക എന്നല്ല പറഞ്ഞത്. ഹംദും ശുക്റും രണ്ടും രണ്ടാണ്. ശുക്ർ എന്നുള്ളത് സൃഷ്ടികളോടും കാണിക്കേണ്ടതാണ്. സൃഷ്ടികളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് അവകാശപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ നമുക്ക് ഭക്ഷണം തന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം തന്നു, അയാളോട് നന്ദി കാണിക്കുക അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളത് എന്തല്ല, തെറ്റല്ല. അത് നല്ലൊരു കാര്യമാണ്, ചെയ്യേണ്ടതാണ്. എന്നാൽ അവരെ സ്തുതിക്കുക, അതിന്റെ പേരിൽ അവരെ പുകഴ്ത്തുന്ന, അവരെ ഹംദ് എന്നുള്ള ഒരു ദറജയിലേക്ക് ഉയർത്തുന്ന അവസ്ഥ അതുണ്ടാവുക എന്നുള്ളത്. കാരണം റിസ്ഖ് ആരുടെ കയ്യിലുള്ളതാണ്? അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. നമുക്ക് കിട്ടുന്ന റിസ്ക് നമ്മൾ എന്ത് കാരണം കൊണ്ട് കിട്ടുന്നതാണെങ്കിലും, ഇപ്പൊ കച്ചവടം ചെയ്ത് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് ശമ്പളം കിട്ടുമ്പോഴും അതെല്ലാം അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. ബാക്കിയുള്ളവർ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സബബുകൾ മാത്രമാണ്. അതിന്റെ പേരിൽ അവരെ ഹംദ് ചെയ്യുക എന്നുള്ളത് യഖീനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ്. അള്ളാഹു നിനക്ക് നൽകാത്തതിന്റെ പേരിൽ ജനങ്ങളെ ആക്ഷേപിക്കുക എന്നുള്ളത്. ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടില്ല എങ്കിൽ അവന്റെ കുടുംബത്തിലുള്ളവരെയും അവന്റെ വീട്ടിലുള്ളവരെയും അവന്റെ മാതാപിതാക്കളെയും അവന്റെ കൂട്ടുകാരെയും എല്ലാവരെയും കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. അവൻ അള്ളാഹു നൽകിയിട്ടുണ്ടാവില്ല, അള്ളാഹു അവനത് വിധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ പേരിൽ മറ്റുള്ള ആളുകളെ, ജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ, അത് ഈമാനിന്റെ യഖീനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ്. ഇന്ന റിസ്ഖല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസിൻ. വെറുതെ അവസാനം പറയുകയാണ്, അള്ളാഹുവിന്റെ റിസ്ഖ് എന്നുള്ളത് ഒരാൾ ആർത്തി കാണിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പണിയെടുത്തു എന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ നിലക്കൊരു ആർത്തിയോടുകൂടി നിന്നു എന്നതുകൊണ്ട് അവന് കൂടുതലായി കിട്ടാൻ പോകുന്നില്ല. വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹിൻ. ഒരാൾ ഒന്നും വേണ്ട, എന്നോട് താല്പര്യമില്ല, എന്നോട് അകൽച്ച കാണിക്കുകയാണ്, അതിന്റെ പേരിൽ അയാൾക്കത് തടയപ്പെടാനും പോകുന്നില്ല എന്ന് പറയാണ്. ഇത് ഖദറിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, ഖളാ ഖദറിലുടെ അടിസ്ഥാനത്തെ പരാമർശിക്കുന്ന, അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കേണ്ടതിന്റെയും അള്ളാഹുവിൽ തൃപ്തി ഉണ്ടാകുന്നതിന്റെയും എല്ലാം അറിയിക്കുന്ന ചില വാക്കുകളാണ്. ഇതിന്റെ ആശയങ്ങൾ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള ആശയം തന്നെയാണ് ഈ ഹദീസിന്റെ ഈ മത്നിൽ വന്നിട്ടുള്ളത്. നോക്കൂ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായാലും കുഴപ്പമില്ല, ജനങ്ങളെ തൃപ്തി നേടണം എന്നുള്ള പ്രവർത്തനം ഈമാനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ്. അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. കാരണം അള്ളാഹുവിനെ ഭയമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന് കോപിച്ചാലും അള്ളാഹുവിന്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തി മതി എന്ന നിലക്ക് ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ പല ആളുകളും കാണാം, ഇപ്പൊ കച്ചവടത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാവട്ടെ, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണെന്ന് അറിഞ്ഞിട്ടും കൃത്യമായി യാതൊരു മസ്ലഹത്തും അതിന് പരിഗണിക്കേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അവർ അള്ളാഹുവിന്റെ കോപത്തെ ഏറ്റുവാങ്ങുന്നത് കാണാം. അത് യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ലാത്തത് കൊണ്ടാണ്. അവരുടെ ഈമാനിൽ അള്ളാഹുവിനോടുള്ള ഭയം എന്നുള്ള ആ മേഖലയിൽ യഖീനിൽ ദുർബലതയുണ്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത്. ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും.
ദീനിയായിട്ട് ജീവിക്കുന്ന ആളുകളിൽ പോലും ഈ ഒരു അവസ്ഥ പല സന്ദർഭങ്ങളിലും പ്രകടമാകുന്നത് കാണാം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന ചെയ്യുന്ന ഒരവസ്ഥ കാണാം. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതാണ് ബാബുമായി ബന്ധപ്പെട്ടുള്ളത്. അതല്ലാതെ ഈ ഹദീസിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, അള്ളാഹു നൽകുന്ന റിസ്ഖിന്റെ പേരിൽ ഒരു സൃഷ്ടിയെയും സ്തുതിക്കേണ്ട, ഹംദ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ ഇന്ന ആൾ ഉള്ളതുകൊണ്ടാണ് അയാളാണ് എനിക്ക് ഈ റിസ്ക് കിട്ടാനുള്ള എല്ലാ കാരണവും എന്ന നിലക്കുള്ള സംസാരവും അതിന്റെ പേരിൽ അവരെ സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത് പറഞ്ഞു, ലഭിക്കാത്തൊരു കാര്യത്തിന്റെ പേരിൽ ജനങ്ങളെ ആക്ഷേപിക്കുക എന്നുള്ളത്. അതും ഈമാനിന്റെ ദുർബലതയിൽപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കാത്തൊരു കാര്യം ഒരാളെയും കൊണ്ടുവരാൻ പറ്റൂല. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹു തടഞ്ഞ ഒരാൾക്ക് നൽകാൻ സാധിക്കില്ല. അതിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. പല ഹദീസുകളും വന്നിട്ടുള്ളതാണ്. ഒരാൾ കുറേ ആർത്തി കാണിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റിസ്കിൽ ഒന്നും അവൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, കൂടുതലായി വരാൻ പോകുന്നില്ല. ഒരാൾ അതിനോട് വെറുപ്പ് കാണിച്ചു എന്നതിന്റെ പേരിൽ അയാൾക്കത് തടയപ്പെടാനും പോകുന്നില്ല. റിസ്ക് എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ച പോലെ ഓരോരുത്തർക്കും ലഭിക്കും. നമ്മൾ അമല് ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. ഹലാലായ രീതിയിൽ അതിനെ തേടാൻ അള്ളാഹു പറഞ്ഞു. അത് ഹലാലായ രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ റിസ്ക് എന്നുള്ളത് പൂർണ്ണമായും അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു ഹദീസ്, വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ആയിഷ റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ തമസ റിളല്ലാഹി ബിസഖത്തിൻ നാസ്. ആരാണോ ജനങ്ങളുടെ കോപമുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ കൂടി അള്ളാഹുവിന്റെ തൃപ്തി മതി എനിക്ക് എന്നുള്ള നിലക്ക് അതിനെ തേടുന്നത്, അതിനു വേണ്ടി പണിയെടുക്കുന്നത്, റളിയല്ലാഹു അൻഹു, അവനെ അള്ളാഹു തൃപ്തിപ്പെടും. വഅർളാ അൻഹു അന്നാസ, ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ തൃപ്തിപ്പെടുപ്പിക്കുകയും ചെയ്യും. അതായത് ആ വ്യക്തിയെ അള്ളാഹു തൃപ്തിപ്പെടും. ജനങ്ങളുടെ ഉള്ളിൽ അവനോടുള്ള തൃപ്തി അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യും. ജനങ്ങളുടെ ഉള്ളിലും അവൻ എന്തുണ്ടാകും? അവനോടുള്ള തൃപ്തി അള്ളാഹു ഇട്ടുകൊടുക്കും. എന്ത് ചെയ്തവൻ? ജനങ്ങളുടെ വെറുപ്പുണ്ടായാലും വേണ്ടില്ല, ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും വേണ്ടില്ല, ജനങ്ങൾക്ക് കോപമാണെങ്കിലും വേണ്ടില്ല, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ എന്ന നിലക്ക് അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിക്കും, ആ ജനങ്ങളുടെ തൃപ്തിയും അള്ളാഹു അവനുണ്ടാക്കി കൊടുക്കും. വമനിൽ തമസ റിളന്നാസ്, ഇനി ഒരാൾ ജനങ്ങളുടെ തൃപ്തിയാണ് നോക്കുന്നത്. ജനങ്ങൾക്ക് എങ്ങനെയാണ്? ജനങ്ങൾ, അന്നാസ് എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കണം, അത് വിശാലമാണ്. നമ്മുടെ ഭാര്യയും മക്കളും എല്ലാ കുടുംബക്കാരും അയൽവാസികളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അന്നാസ് എന്നുള്ളത്. അപ്പൊ ജനങ്ങളുടെ തൃപ്തി അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആഗ്രഹിക്കുന്നു. അത് നേടിയെടുക്കാൻ വേണ്ടി ബിസഖത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്ന കാര്യം, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യം അവൻ ചെയ്യുന്നു, അവൻ അതിൽ മുഴുകുന്നു. സഖത്തല്ലാഹു അലൈഹി, അവൻ അള്ളാഹുവിന്റെ കോപമുണ്ടാകും. വഅസ്ഖത അലൈഹി അന്നാസ, ജനങ്ങളുടെ കോപവും ജനങ്ങളുടെ ഉള്ളിൽ അള്ളാഹു അവനെതിരെ ഉണ്ടാക്കും. കാര്യങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അടിമകളുടെ ഖൽബ് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ആദ്യഘട്ടത്തിൽ ബാഹ്യമായി ജനങ്ങളുടെ വെറുപ്പ് നേടേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി ആ ജനങ്ങളുടെ തൃപ്തി അള്ളാഹു ഉണ്ടാക്കി തരുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി അല്ല, ജനങ്ങളുടെ തൃപ്തിയാണ് നോക്കുന്നതെങ്കിൽ ആ തൃപ്തിക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പുണ്ടാവും. ആ ജനങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്തത് അവരുടെ വെറുപ്പുണ്ടാവും. ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പല ആളുകളും പല ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള, നമ്മുടെ കുടുംബങ്ങളിലും മറ്റും എല്ലാ നാടുകളിലും അറിയുന്നൊരു കാര്യമാണ്. ഒരു വ്യക്തി അവൻ ദീനിയായിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു കൽപ്പന അവന്റെ ആർക്കെങ്കിലും വേണ്ടി അവൻ മാറ്റിവെക്കുന്നു, അവരുടെ തൃപ്തിക്ക് വേണ്ടി. അവസാനം അവരവനെ കൈവിട്ടു പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇനി ഒരാൾ ആളുകളുടെ കാര്യം നോക്കുന്നില്ല, അവൻ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണം, അതിനെതിരായിട്ടൊന്നും അവൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അവനെതിരാണെങ്കിലും പിന്നീട് അവനെക്കുറിച്ച് നല്ലത് പറയുന്ന, അവനോട് ഇഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥ. ഇത് അനുഭവത്തിൽ നമുക്ക് അറിയുന്ന, ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഹദീസും ഈ ബാബിൽ കൊടുക്കാനുള്ള മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെ അതിനെക്കുറിച്ച് വില കുറച്ച് കാണുന്ന, അതിനേക്കാൾ ജനങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിനോടുള്ള ഖൗഫ് അവരുടെ ഉള്ളിലില്ല.
അതുകൊണ്ടാണ് ഈ തരത്തിൽ അവർ പ്രവർത്തിക്കുന്നത്. ആ ഖൗഫ് യഥാർത്ഥ രൂപത്തിലുണ്ടെങ്കിൽ അവരൊരിക്കലും അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യത്തിലേക്കും അവർ പോവുകയുമില്ല. ഇത്രയും ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഖൗഫ് എന്നുള്ള ഇബാദത്തും അതുകൊണ്ടുള്ള നേട്ടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബാബിൽ ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബു തൗഹീദിന്റെ ഷർഹിൽ ഈ ബാബിന് കൊടുത്തിട്ടുള്ള വിശദീകരണം വായിക്കാം. ബാബ് ഖൗലില്ലാഹി തആല ഇന്നമാ ദാലികും അശ്ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു എന്ന് തുടങ്ങുന്ന അബാബ്. ഹാദൽ ബാബ് അഖദഹു المصنف رحمه الله لوجوب التعلق الخوف والخشية بالله وحده. ഈ ഒരു ബാബ് അഥവാ ഖൗഫുമായി ബന്ധപ്പെട്ടുള്ള ഈ ബാബ് ഈ കിതാബിൽ കൊടുക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയവും അതുപോലെ തന്നെ ഖശിയത്തും അറിവോടുകൂടിയുള്ള ഭയവും അത് നിർബന്ധമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വന്നഹി അൻ തഅല്ലുഖിഹി ബിൽ മഖ്ലൂഖീൻ, അതുപോലെ തന്നെ സൃഷ്ടികളുമായിട്ട് ആ വിഷയത്തിൽ ഒരു തഅല്ലുഖ് ഉണ്ടാവുക എന്നതിനെ വിരോധിക്കാനും വേണ്ടിയാണ്. വബയാനി അന്നഹു ലാ യതിമ്മു തൗഹീദ് ഇല്ലാ ബിദാലിക്, അതുപോലെ തന്നെ ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു ഖൗഫ് ഉണ്ടാകണം എന്നുള്ളതിനെ വിശദീകരിക്കാനും വേണ്ടിയാണ് ഈ ഒരു ബാബിനെ കിതാബു തൗഹീദിൽ കൊടുത്തിട്ടുള്ളത്. എന്തിനൊക്കെ വേണ്ടിയാണ്? ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം. രണ്ട്, സൃഷ്ടികളുമായിട്ട് ആ ഭയത്തിന്റെ വിഷയത്തിൽ ഒരു തഅല്ലുഖ് ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ ആ ഖൗഫ് ഉണ്ടായിരിക്കണം. ولا بد في هذا الموضع من تفصيل يتضح به الامر ويزول الاشتباه. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാബ്, ഈ ഒരു ടോപ്പിക് ഈ കിതാബിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ആ വിഷയത്തെ വ്യക്തമാക്കാനും അതിനെക്കുറിച്ചുണ്ടാകുന്ന സംശയങ്ങൾ ഒഴിവാകാനും വേണ്ടി. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്നൽ ഖൗഫ വൽ ഖശിയത تارة يقع عبادة وتارة يقع طبيعة وعادة. ഈ ഭയം, ഖൗഫ്, ഖശിയത്ത് പോലെയുള്ള കാര്യങ്ങൾ അത് ചില സന്ദർഭങ്ങളിൽ ഇബാദത്താവുകയും ചെയ്യും. മറ്റു ചില സന്ദർഭങ്ങളിൽ അത് മനുഷ്യന്റെ പ്രകൃതിയാ ഉള്ള സാധാരണഗതിയിൽ അവനുണ്ടായിരുന്ന അവസ്ഥയിലാവും, ഇബാദത്ത് അല്ലാത്ത അവസ്ഥയിലും ഉണ്ടാകും. وذلك بحسب أسبابه ومتعلقاته. അത് എന്ത് കാരണം കൊണ്ടാണോ അവൻ ആ ഭയം ഉണ്ടാകുന്നത്, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണോ ആ ഭയം ഉണ്ടാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞിരിക്കുന്നു. فإن كان الخوف والخشية خوف تأله وتعبد, അവനുണ്ടാകുന്ന ആ ഭയം എന്നുള്ളത് ഇബാദത്തിന്റെ ഇനത്തിലാകുന്ന ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലുള്ള ഒന്നാണ് എങ്കിൽ, അതുപോലെ وتقرب بذلك الخوف إلى من يخافه, അവൻ ആരെയാണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്ന ആളിലേക്ക് ആ ഭയം കൊണ്ട് അവനൊരു സാമീപ്യം ലഭിക്കാൻ വേണ്ടിയാണ് എങ്കിൽ, അഥവാ ഒരാളും ഭയപ്പെടുകയാണ്, ആ ഭയപ്പെടുന്നതിലൂടെ അയാളിലേക്ക് അടുക്കാൻ സാധിക്കും എന്ന നിലക്ക് ഇബാദത്തിന്റെ തരത്തിലാണ് എങ്കിൽ, അല്ലെങ്കിൽ വകാന യദ്ഉ ഇലാ ത്വാഅത്തിൻ ബാത്തിന, ആന്തരികമായിട്ടുള്ള ഒരു അനുസരണം, ഇന്ന ആള്, അല്ലെങ്കിൽ ഇപ്പോ ഖുബൂരികളൊക്കെ വിശ്വസിക്കുന്നത് കാണാം, ഇന്ന ജാറത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചില സൂഫികൾ ഇന്ന ഷെയ്ഖ്, ആ ഷെയ്ഖ് എന്നെ കാണും അല്ലെങ്കിൽ ആ ഷെയ്ഖ് അറിയും എന്ന നിലക്ക് ഒരു ബാത്തിനായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അനുസരണം അതിലുണ്ടാവുകയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ളൊരു ഭയം, അവൻ ആരെയാണോ ഭയപ്പെടുന്നത് അയാൾ കോപിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ല, അയാൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് എന്ന നിലക്ക് ചില പാപങ്ങൾ ഒഴിവാക്കും. ചില ആളുകളുണ്ട്, ഇപ്പൊ ചില തരീഖത്തിന്റെ ആളുകൾ അവരുടെ ഷെയ്ഖിന് ബയ്യത്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്നാൽ ഇന്ന തെറ്റുകൾ ചെയ്യില്ല. അപ്പോ പിന്നെ ചിലപ്പോ ദീനിലുള്ളതാണെങ്കിലും തെറ്റുകൾ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും അവൻ ചെയ്യാതിരിക്കുന്ന എന്തിന്റെ പേരിലായിരിക്കും? അള്ളാഹിനെ ഭയപ്പെട്ടിട്ടാവില്ല, ഷെയ്ഖിനെ ഞാൻ ധിക്കരിക്കും, അല്ലെങ്കിൽ ആ നിലക്ക് അത് ചെയ്യാതിരിക്കുന്ന രഹസ്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് എങ്കിൽ എന്നിട്ട് പറയുകയാണ്, കാന തഅല്ലുഖുഹു ബില്ലാഹി മിൻ അഅ്ളമി വാജിബാത്തിൽ ഈമാൻ. എന്നാൽ ഇതുപോലെയുള്ള ഈ തഅല്ലുഖൊക്കെ ആർക്കാണ് ഉണ്ടാവേണ്ടത്? അള്ളാഹുവിനാണ്. അത് ഈമാനിന്റെ നിർബന്ധമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വതഅല്ലുഖുഹു ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരോടെങ്കിലും ഈ തരത്തിലുള്ള ഒരു തഅല്ലുഖ് എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ബന്ധം,
മിന ശിർക്കിൽ അക്ബർ അല്ലദീ ലാ യഗ്ഫിറുഹു അല്ലാഹ്, അത് ശിർക്കുൻ അക്ബറിൽ പെട്ടതാണ്, അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്തത്. അപ്പൊ ഈ തരത്തിൽ ഏതെങ്കിലും ഖബറാളിയെയോ നാട്ടിൽ ധാരാളം കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്കൊരു പേടി ഉണ്ടാവില്ല. എന്നാൽ ഇന്ന ജാറത്തിലെ ഷെയ്ഖ് പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയം കാണിക്കുന്ന ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അത് ശിർക്കുൻ അക്ബറാണ്. ലിഅന്നഹു ശറക ഫീ ഹാദിഹി അൽഇബാദ അല്ലതി ഹിയ മിൻ അഅ്ളമി വാജിബാതിൽ ഖൽബ് ഗൈറ അല്ലാഹി മഅ അല്ലാഹ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഏറ്റവും ഗൗരവം നിറഞ്ഞ വലിയ ഇബാദത്തായിട്ടുള്ള ഈ ഖൗഫ് എന്നുള്ള വിഷയത്തിൽ അവൻ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്തിരിക്കുന്നു. വറുബ്ബമാ സാദ ഖൗഫുഹു മിൻ ഗൈരില്ലാഹ് അലാ ഖൗഫിഹി ലില്ലാഹ്. ചില സന്ദർഭത്തിൽ ചില ആളുകൾക്ക് ഏതുവരെ എത്തും? അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ, പങ്കു ചേർക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അള്ളാഹുവിനേക്കാൾ ആ പങ്കു ചേർക്കുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ ഭയപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. വഅയ്ളൻ ഫമൻ ഖശിയ അല്ലാഹ വഹദ അലാ ഹാദിഹിൽ വജ്ഹ് ഫഹുവ മുഖ്ലിസുൻ മുവഹിദുൻ. ആരാണോ ഈ തരത്തിൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ മുഖ്ലിസാണ്, മുവഹിദാണ്. വമൻ ഖശിയ ഗൈറഹു ഫഖദ് ജഅലഹു ലില്ലാഹി നിദ്ദൻ ഫിൽ ഖശിയതി. ആരാണോ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ഭയപ്പെടുന്നത് അവൻ ആ ഭയത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിരിക്കുന്നു. കമൻ ജഅല ലില്ലാഹി നിദ്ദൻ ഫിൽ മഹബ്ബ. ഏതുപോലെ കഴിഞ്ഞ ബാബിൽ മഹബത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിച്ച് അള്ളാഹുവിന് പങ്കുകാരനെ വെച്ച പോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ വേറൊരാളെ ഭയപ്പെട്ട് അതിലും അവൻ ശിർക്ക് ചെയ്തവരാകുന്നു, അള്ളാഹുവിന് പകരക്കാരനെ വെക്കുന്നു. വദാലിക കമൻ യഖ്ശ മിൻ സാഹിബിൽ ഖബർ. ചില ആളുകൾ അവർ ഖബറാളികളെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്. അയ്യൂഖെ ബിഹി മക്രൂഹൻ. അവർ ഭയപ്പെടുന്ന എന്താ? ആ ഖബറാളി കാരണത്താൽ ആ ഖബറാളി എനിക്ക് എന്തെങ്കിലും ദോഷം വരുത്തും. ഔ യഗ്ളബ അലൈഹി ഫയസ്ലിബഹു നിഅമതൻ. അല്ലെങ്കിൽ എന്നോട് കോപമുണ്ടായിട്ട് എന്തെങ്കിലും ഒരു നിഅമത്ത് ആ ഖബറാളി നീക്കിക്കളയും. അതായത് ഏതെങ്കിലും ജാറത്തുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ച് ഒരാൾക്ക് പേടി ഉണ്ടാവുകയാണ്, അയാളുടെ എന്തെങ്കിലും ഒരു ഉപദ്രവം എനിക്ക് ബാധിക്കും, എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവും അയാളെ കൊണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എൻ്റെ മേലെ കോപമുണ്ടായിട്ട് എൻ്റെ എന്തെങ്കിലും നിഅമത്തുകൾ അയാൾ എടുത്തു കളയും എന്ന നിലക്കൊക്കെ ഭയപ്പെടുന്ന അവസ്ഥ. ഔ നഹ്വി ദാലിക മിമ്മാ ഹുവ വാഖിഉൻ മിൻ ഉബ്ബാദിൽ ഖുബൂർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖബറിനെ ആരാധിക്കുന്ന ആളുകളിൽ ധാരാളമായി കാണാൻ സാധിക്കും. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ ജാറങ്ങളിലും അതുപോലെ ഖബറുകളിലും പോയി ഇബാദത്തുകൾ നിർവഹിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അവരോട് സുജൂദ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ അവരാ ഖബറാളികളെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടുന്നത് കാണാം. പല വിഷയങ്ങളിലും അവരെ പല സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ നിലയ്ക്ക് അവരുടെ കാര്യങ്ങളെ കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ് ഇബ്നു സഅദി റഹിമഹുല്ലാഹ്, വഇൻ കാനൽ ഖൗഫു തബീഇയ്യൻ. ഇനി പ്രകൃതിയാ ഉള്ള ഭയമാണ് എങ്കിൽ, സാധാരണ മനുഷ്യന് പ്രകൃതിയാ ഉണ്ടാകുന്ന ഭയമാണ് എങ്കിൽ, കമൻ യഖ്ശാ മിൻ അദുവിൻ. ഒരാൾ അവനവന്റെ ഒരു ശത്രു, അവനൊരു ശത്രു ഉണ്ട്, അവനെ ഉപദ്രവിക്കാൻ വരുന്ന ആ ശത്രുവിനെ ഭയപ്പെടുകയാണ്. ഔ സബുഇൻ, അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ ഭയപ്പെടുകയാണ്. ഔ ഹയ്യത്തിൻ, ഒരു പാമ്പിനെ ഭയപ്പെടുകയാണ്. ഔ നഹ്വി ദാലിക മിമ്മാ യുഖ്ശാ ദററുഹു വാഹിരി. ബാഹ്യമായിട്ടുണ്ടാകുന്ന അതിനെ കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ ഭയപ്പെടുന്ന ഭയങ്ങളുണ്ടല്ലോ, അങ്ങനെ പ്രകൃതി ഉണ്ടാകുന്ന ഭയങ്ങൾ. ഫഹാദ നഉ ലൈസ ഇബാദ. ഈ തരത്തിലുള്ള എന്തല്ല, ഇബാദത്തല്ല. ഒരാൾ പാമ്പിനെ കണ്ട് പേടിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വന്യമൃഗത്തെ കണ്ട് പേടിക്കുകയാണ്, എന്തെങ്കിലും ജീവിയെ കണ്ട് പേടിക്കുകയാണ്. അപ്പോ ചില ആളുകൾ പറഞ്ഞേക്കാം, പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താ, ഇത് അള്ളാഹനെ മാത്രമേ പേടിക്കേണ്ടുള്ളൂ. പക്ഷെ ഈ പേടി എന്തല്ല, ഇത് ഇബാദത്തിന്റെ ഇനത്തിൽ വരുന്നതല്ല, പ്രകൃതിയ മനുഷ്യൻ ഉണ്ടാകുന്ന കാര്യമാണ്. വഖദ് യൂജദു മിൻ കസീരി മിനൽ മുഅ്മിനീൻ വലാ യുനാഫി അൽ ഈമാൻ. ഇത് ധാരാളം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്, ഇതൊരിക്കലും അവന്റെ ഈമാനിനെ എതിരാകുന്നില്ല, ഈമാനിനെ തകർത്ത് കളയുന്നില്ല. വഹാദാ ഇദാ കാന ഖൗഫൻ മുഹഖഖൻ ഖദ് ഇൻഅഖദത് അസ്ബാബുൽ ഖൗഫി ഫലൈസ ബിമദ്മൂമിൻ. ഈ ഒരു ഭയം കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. അതായത് ഒരു പാമ്പുണ്ട്, ആ പാമ്പിനെ പേടിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവിയുണ്ട്, വന്യജീവിയുണ്ട്, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്, അതിനെ പേടിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്രമം വരാൻ സാധ്യതയുണ്ട്, അതിനെ പേടിക്കുകയാണ്. അങ്ങനെ ആ തരത്തിൽ പ്രകൃതിയാ ഉണ്ടാകുന്ന ഭയം എന്തല്ല, ആക്ഷേപിക്കപ്പെടേണ്ട ഒന്നല്ല. എന്നാൽ വഇൻ കാന ഖൗഫൻ വഹ്മിയൻ, ചില ആളുകൾക്ക് വെറും തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേടി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ വരുമോ, അങ്ങനെ ആ തരത്തിലുള്ള ഒരു പേടി ഉണ്ടാവും. അങ്ങനെയുള്ള പേടി കൽ ഖൗഫി
ഒരു കാരണം ഉണ്ടാവില്ല, ഒരു കാരണമില്ലാതെ വെറുതെ പേടിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളത് ഔ ലഹു സബബുൻ വഈഫുൻ, അല്ലെങ്കിൽ ദുർബലമായ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ, അതായത് പാമ്പുണ്ടാവില്ല എന്നാലും ഉണ്ടാവുമെന്നൊരു പേടി, അല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ പേടി ഉണ്ടാകുന്ന അവസ്ഥ. ഫഹാദാ മദ്മൂമുൻ, ഇത് ആക്ഷേപിക്കപ്പെടേണ്ടതാണ്. ഇബാദത്തിന്റെ ഇനായതുകൊണ്ടല്ല, തബഈയായതിൽ തന്നെ അനാവശ്യമായിട്ടുണ്ടാകുന്ന ചില തോന്നലുകളുടെയും ചിന്തകളുടെയും മേലെ പേടി ആക്ഷേപിക്കപ്പെടേണ്ടതാണ്. യദ്ഖുലു സാഹിബുഹു ഫി ബസ്ബിൽ ജുബ്ന, ആ വ്യക്തി എന്തായിത്തീരും? ഭീരുക്കളുടെ കൂട്ടത്തിലായിത്തീരും. അവൻ ഭീരുവായിത്തീരും. ഭീരുക്കളാണ് അങ്ങനെ ഭയപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. വഖദ് തഅബ്ബദ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജുബ്നി ഫഹുവ മിനൽ അഖ്ലാഖിർ റദീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭീരുത്വത്തിൽ നിന്ന് രക്ഷ തേടിയിരുന്നു. ധാരാളം ദുആകൾ കാണാൻ സാധിക്കും ജുബ്നിൽ നിന്ന് രക്ഷ തേടുന്നത്. അപ്പോ അത് മോശപ്പെട്ടൊരു സ്വഭാവമായതുകൊണ്ടും, അല്ലെങ്കിൽ മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു സ്വഭാവമായതുകൊണ്ടാണ് ഭീരുത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നത്. വലിഹാദാ കാനൽ ഈമാനു താമു വത്തവക്കുലു വശജാഅതു തദ്ഫഉ ഹാദാ നൗ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ, പരിപൂർണമായിട്ടുള്ള തവക്കുൽ, ധീരത എന്നുള്ളത് ഈ ഭീരുത്വത്തെ ഇല്ലാതാക്കും. അതായത് ഒരാവശ്യമില്ലാത്ത ഉണ്ടാകുന്ന ഭയം, ഇപ്പൊ ചില ആളുകൾ കാണാം എന്തെങ്കിലും അങ്ങനെ വരുമോ, അതിന് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയപ്പെടുന്നത്. അത് ഈമാൻ ശരിയായിട്ടുള്ള ആളുകൾക്ക് ആ തരത്തിലുള്ളതൊന്നും ഉണ്ടാവില്ല. حتى إن خواص المؤمنين وأقوياءهم تنقلب المخاوف في حقهم أمنا وطمأنينة لقوة إيمانهم وشجاعتهم الشجاعة القلبية. അതുകൊണ്ട് തന്നെ ചില മുഅ്മിനീങ്ങൾ, പ്രത്യേകമായിട്ടുള്ള മുഅ്മിനീങ്ങൾ ഇതുപോലെയുള്ള ഭയപ്പാടിന്റെ ഭയം ഉണ്ടാകുന്ന അഥവാ പ്രകൃതിയുള്ള ഭയത്തിന്റെ സന്ദർഭം തന്നെ അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ടും അവരുടെ ഖൽബിന്റെ ധീരത കൊണ്ടുമെല്ലാം അവർക്ക് ഏറ്റവും സമാധാനമുണ്ടാകുന്ന അവസ്ഥയിലേക്കായി അത് മാറിത്തീരുന്നതാണ്. അതായത് പ്രകൃതിയാ ഉണ്ടാകുന്ന ഭയം പോലും ഈ നിലക്ക് അവരുടെ ഈമാന്റെ ശക്തി കൊണ്ട് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഇപ്പോ നബിമാരുടെ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, മൂസാ നബി അലൈഹി ഇസ്ലാം കടലും ഫിർഔനിന്റെ നടുവിലായ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ എന്താ പ്രകൃതിയുള്ള ഭയം ഉണ്ടാകാം, പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിലേക്ക് എറിയപ്പെടുമ്പോൾ പ്രകൃതിയുള്ള ഭയം ഉണ്ടാകും, പക്ഷെ അത് കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിലായിരുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ തൊട്ടടുത്തുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭത്തിൽ ഈമാനിന്റെ ശക്തി കൊണ്ട് അവർ ധീരത കാണിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇത് സഹാബികളിലും അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളിലെല്ലാം ധാരാളം ഉണ്ടായിട്ടുള്ള സംഭവമാണ്. വകമാലു തവക്കുലിഹിം, അത് അവരുടെ പരിപൂർണമായിട്ടുള്ള തവക്കുലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. വലിഹാദാ അത്ബഅഹു ബിഹാദൽ ബാബ്, അതുകൊണ്ടാണ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ബാബിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. കാരണം അടുത്ത ബാബ് തവക്കുലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിലുള്ള റജാഇന്റെയും അള്ളാഹുവിലുള്ള തവക്കുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ബാബിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഖൗഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബാബിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ അർക്കാനുകളിൽ രണ്ടാമത്തെ കാര്യമാണ് ഖൗഫ്. ഒന്നാമത്തേത് ഹുബ്ബാണ്, രണ്ടാമത്തേത് ഖൗഫാണ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? ഭയപ്പെടുകയും വേണം. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ ഭയപ്പെടണം, നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടണം, അള്ളാഹുവിന്റെ കോപമായിട്ടുള്ള നരകശിക്ഷയെക്കുറിച്ച് ഭയപ്പെടണം. ആ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഭയം ഇല്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന അവസ്ഥയുണ്ടാകും. അതിന്റെ അനന്തരഫലം അവർ വിചാരിക്കുന്നതിന്റെ എതിരായി തീരുകയും ചെയ്യും. ഇതാണ് ഖൗഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയായുള്ള ഭയം ഇബാദത്തിന്റെ ഇനത്തിൽപ്പെടുന്നതല്ല. എന്നാൽ ഇബാദത്തിന്റെ ഇനത്തിൽപ്പെടുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള തന്റെ രഹസ്യത്തിലും കൽബിലുമെല്ലാം ഒരു പ്രത്യേക ഭയം വേറൊരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളത് ശിർക്കാണ്. ഖൗഫിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് പകരക്കാരനെ വെക്കലാണ്. അവൻ മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന വലിയ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് തവക്കുലാണ്. അത് അടുത്ത വർഷം നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.